ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മളും ചിന്തിക്കുന്നില്ല എന്നാണ്. അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഒരു തലമുറ. നമ്മളും പലപ്പോഴും ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അവസരങ്ങൾ വരുമ്പോഴാണ്. നമ്മുടെ കുടുംബത്തിൻ്റെയോ വ്യക്തിപരമായ അവസരങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ സമയം കർത്താവിനെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത്. ആ കാലഘട്ടത്തിൽ യേശു എന്ന വ്യക്തിയെ മനസ്സിലാക്കിയത് ഒരു അത്ഭുത പ്രവർത്തകനായിട്ടായിരിക്കാം. അതുകൊണ്ടാണ് എപ്പോഴും ഈ തലമുറ അടയാളങ്ങൾ അന്വേഷിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത്. ഈ അടയാളങ്ങളെ ഞാൻ മനസ്സിലാക്കിയത് ഓരോരുത്തരുടെ സമയമായിട്ട് നമുക്ക് കരുതാം. ഈശോയുടെ സമയം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സാണ്. നമുക്ക് 24 മണിക്കൂർ ലഭിച്ചതുപോലെ അവനും 24 മണിക്കൂറാണ്. എത്ര ക്രിയാത്മകമായിട്ടാണ് ഈശോ ആ 24 മണിക്കൂർ ചെലവഴിക്കുന്നത്. നമ്മളെപ്പോലെ പിതാവിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ചുറ്റി നടന്ന് അവൻ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം വളരെ വിലപ്പെട്ടത് എന്ന് പറയാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നഷ്ടപ്പെട്ട സമയം എന്ത് വില കൊടുത്താലും തിരിച്ചു കിട്ടില്ല. രണ്ടാമത്തത്, വരാൻ പോകുന്ന സമയം അത് ക്രിയാത്മകമായിട്ട് ചെലവഴിച്ചില്ലെങ്കിൽ അതും നഷ്ടമാകും. ക്രിസ്തുവിൻ്റെ കാലത്തും ക്രിസ്തുവാണ്, മിശിഹ ആണെന്ന് പറഞ്ഞ് നിരവധി വ്യക്തികൾ വന്നിട്ടുണ്ട്. സഭാചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ AD 45 പിയൂദാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം മിശിഹ ആണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജോർദാൻ നദിയുടെ കരയിൽ വരണം, ഞാൻ പറയുമ്പോൾ നദി 2ആയി ഒഴുകും എന്നൊക്കെ. പക്ഷെ അതിനൊക്കെ ആയുസില്ല. അത് കാലം തെളിയിച്ചിട്ടുമുണ്ട്. നാം മനസ്സിലാക്കണം, ഈശോ നമുക്കായിട്ട് ചില സമയങ്ങൾ തരുന്നുണ്ട്. അതിനെ നമുക്ക് അടയാളമായിട്ടെടുക്കാം. അനുദിനത്തിൽ ഈശോ നമുക്ക് സമയം തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഒരു പ്രത്യേക സമയമാണ്, തപസ് കാലം. ഈ കാലത്ത് ഈശോ നമുക്ക് നൽകുന്ന സമയം അനുദാനത്തിൻ്റെ സമയമാണ്. തീർച്ചയായിട്ടും പോയ സമയം നമുക്ക് ലഭിക്കില്ല, പക്ഷെ അവസരങ്ങൾ നൽകുന്നുണ്ട്. എന്തിനു വേണ്ടി? ചെയ്തു പോയ തെറ്റുകൾ, അബദ്ധങ്ങൾ, അറിയാതെ ചെയ്ത പാപങ്ങൾ, അറിഞ്ഞു ചെയ്ത പാപങ്ങൾ, അതൊക്കെ തിരുത്തുവാനുള്ള ഒരു സമയം ദൈവം തരുന്നുണ്ട്. അതാണ് തപസ്സുകാലം. ഈ തപസ്സുകാലത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ലഭിച്ച സമയങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈശോ അതിന് നല്ല പാഠങ്ങൾ ഈശോ തരുന്നുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഈ തപസ് കാലത്ത് കുറേ അധികം കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മോശമായ ശീലങ്ങൾ, ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ, ചില ചിന്തകൾ മാറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ അർത്ഥമുള്ളതായി മാറും. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു മറുപടിയായിരിക്കും അത്. തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി കാണാം. കാരണം ഈ സമയം ഒരിക്കലും പാഴാവില്ല. നാം കർത്താവിന് കൊടുക്കുന്ന സമയമാണ്. അവൻ നൽകിയ സമയത്തെ സുരക്ഷിതത്തോടുകൂടി ക്രിയാത്മകമായി തിരിച്ചു നൽകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് ദിവ്യബലി മധ്യേ നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോയെ, ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ എനിക്ക് ലഭിച്ച ഈ സമയത്തെ വളരെ മനോഹരമായി, ക്രിയാത്മകമായി, അർത്ഥപൂർണമായി ചെലവഴിക്കുവാൻ തപസ് കാലത്ത് എനിക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് പങ്കുചേരാം.